ഈ പ്രാർത്ഥനയുടെ ധൂപം ഉയരുമ്പോൾ മേജറായിട്ട് ദൈവദൂതന്മാരുടെ ശുശ്രൂഷയാലയത്തിൽ വരും. സെക്കരിയാവ് ധൂപം കാട്ടുകയാണ്, അക്ഷരാർത്ഥത്തിൽ ധൂപക്കുറ്റി വീശുകയാണ്. ധൂപമുയർന്നു, ദൂതനിറങ്ങി. പക്ഷേ പത്രോസ് തടവിലായിരുന്നപ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപം പോലെ ചെന്നു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിന്റെ നടുവിൽ ദൂതനിറങ്ങി. രോധ പറയുകയാണ്, പത്രോസിന്റെ ദൂതനാണോ? ഇവൻ ശബ്ദം പോലും അതുപോലെ. അതുകൊണ്ടാണ് രോധ പറഞ്ഞത് ഇത് പത്രോസിന്റെ ദൂതനായിരിക്കും. കാരണം അവളുടെ ചിന്തയിലില്ല പത്രോസ് റിലീസാകുമെന്ന്. പത്രോസിന്റെ ദൂതൻ വന്നോ? പത്രോസിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി. പക്ഷെ പത്രോസ് വിടുതൽ പ്രാപിച്ചതുപോലെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ സ്വർഗം റിലീസ് ചെയ്യും. ഡെസ്റ്റിനി ആൻസേഴ്സ്.